പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം നൽകി കബളിപ്പിച്ചെന്ന പരാതിയുമായി മലയോര മേഖലയിൽ നിരവധി സ്ത്രീകൾ രംഗത്ത്. കുറ്റ്യാട്ടൂർ, മയ്യിൽ, കൊളച്ചേരി, ശ്രീകണ്ഠാപുരം, കുടിയാൻമല, ഇരിക്കൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെ മലയോരത്ത് മാത്രം വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം സ്ത്രീകൾ തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരാതികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും പോലീസ് കരുതുന്നു. ശ്രീകണ്ഠാപുരം സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയവരുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. ഞങ്ങളിവിടെ കുറെ സ്ത്രീകൾ സ്കൂട്ടിയിൽ നിന്നുള്ള ഞങ്ങളുടെ സ്വപ്നം എല്ലാവരും കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കിയ പൈസയാണ് നമ്മൾ ഈ സൊസൈറ്റി സീഡ് സൊസൈറ്റി എന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ള ഒരു സന്നദ്ധ സംഘടനയാണെന്ന് വ്യാജേന ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. എല്ലാവരും സ്കൂട്ടിക്ക് 60,000 രൂപ 50,000 രൂപ തോതിൽ മുടക്കിയവരാണ്. അതോടൊപ്പം ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ അങ്ങനെ പല സാധനങ്ങൾ ഇതിലേക്ക് നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ അടയ്ക്കുകയും ഞാൻ പൈസ അടച്ചത് ജൂലൈ 8, 2024 ജൂലൈ 8-ന് 60,000 രൂപ അടച്ച റെസിപ്റ്റാണിത്. അതോടൊപ്പം തന്നെ ഇവർ നമുക്ക് മെമ്പർഷിപ്പ് 320 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് നമ്മളിതിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇവർ വിശ്വസനീയമായ രീതിയിൽ ഇവരുടെ ഓൺലൈനിലായിട്ട് പോർട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ അതിലൂടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ലേറ്റ് ആവുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ലിങ്ക് ഇട്ട് തരികയും ആ ലിങ്കിൽ ഞങ്ങൾ കയറി ഞങ്ങളുടെ ടോക്കൺ കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ 90 അപ്പോൾ ഇവർ പറഞ്ഞത് 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഈ സാധനം തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം 100 വർക്കിംഗ് ഡേയ്സും കഴിഞ്ഞ് ഒരുപാട് നാളുകളായിട്ടും ഇതുവരെ ഈ അനക്കമില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗത്തും പ്രൊമോട്ടർമാരും അതിൻ്റെ സീഡിൻ്റെ ഭാഗമായിട്ട് അംഗങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ ഒരു 15 ദിവസം, പിന്നെ ആദ്യം പറഞ്ഞു നമ്മുടെ കണ്ണൂരുള്ള പോലീസ് മൈതാനി ഇതിനു വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു. ആരെയൊന്നും പൈസ വിഡ്രോ ചെയ്യാനായിട്ട് ഇവർ സമ്മതിച്ചില്ല. ഞങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ അനന്തകൃഷ്ണനാണ് ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ആൾ. അപ്പോൾ അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ചാനൽ വാർത്തയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഈ സ്ത്രീകളെല്ലാം വഞ്ചിക്കപ്പെട്ടതാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത് ഒരു കൂട്ടം ഈ തൊഴിലുറപ്പിന് പോകുന്നതും ടാപ്പിംഗ് തൊഴിലാളികളുമായ സാധാരണക്കാരായ കുടുംബശ്രീ പ്രവർത്തകരാണ് കൂടുതൽ ഇതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഞങ്ങളിത് മുന്നോട്ട് വന്നിരിക്കുന്നത്. തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചെന്ന് കരുതുന്നവരിൽ ഒരാളെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൊടുപുഴ കുടയത്തൂർ കോളപ്ര ചൂരംകുളങ്ങര വീട്ടിൽ 26 വയസ്സുള്ള അനന്തകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനാണ് പിടിയിലായത്. സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടർമാർ എന്ന പേരിലാണ് നാട്ടിൻപുറങ്ങളിൽ തട്ടിപ്പുകാർ അപേക്ഷകരെ സമീപിച്ചത്. അപേക്ഷയോടൊപ്പം പാതി വില നൽകിയാൽ 3 മാസത്തിനുള്ളിൽ വാഹനം ലഭ്യമാക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ച് ഒട്ടേറെ പേർ 50,000 മുതൽ 60,000 രൂപ വരെ നിക്ഷേപിച്ചു. മാസങ്ങൾക്ക് മുൻപ് ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ രാവും പകലും ക്യൂ നിന്ന് ജനപ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ പദ്ധതിയിൽ ഈ മേഖലയിലെ സാധാരണ സ്ത്രീകൾ അംഗങ്ങളായി. അനന്തകൃഷ്ണന്റെ പേരിലുള്ള സ്വകാര്യ കമ്പനികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്കായിരുന്നു ഇവർ കൈമാറിയ പണം എത്തിയിരുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും വാഹനം ലഭിക്കാതെ വരികയും പ്രതി പിടിയിലായതും അറിഞ്ഞതോടെ തട്ടിപ്പിനിരയായതായി സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ എത്തി പറഞ്ഞു തുടങ്ങി. ജില്ലയിൽ 2024 ജനുവരിയിലാണ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങിയത്. ഇരിക്കൂർ, എടക്കാട്, കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. സ്ത്രീ ശാക്തീകരണത്തിനായി സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി പ്രകാരം സ്വീഡ് സൊസൈറ്റിയെ സ്വാധീനിച്ച് വുമൺ ഓൺ വീൽസ് പ്രോഗ്രാം എന്ന പേരിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകുന്നു എന്നതാണ് തട്ടിപ്പുകാർ നടത്തിയ പ്രചാരണം. വൻകിട കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനത്തിനുള്ള ബാക്കി തുക കണ്ടെത്തുന്നതെന്നാണ് പ്രചരിച്ചത്. അന്വേഷണത്തിൽ ഒരു വൻകിട കമ്പനിയും പദ്ധതിക്ക് CSR ഫണ്ട് നൽകിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾ അപേക്ഷയുടെ കൂടെ അടയ്ക്കുന്ന തുകയ്ക്ക് ഒരംശം കൊണ്ട് കുറച്ചു പേർക്ക് വാഹനങ്ങൾ നൽകി അത് പരസ്യപ്പെടുത്തിയായിരുന്നു കൂടുതൽ പേരെ കുടുക്കിയത്. തയ്യൽ യന്ത്രം, ജലസംഭരണി, ജൈവവളം പോലുള്ള ചെറിയ സാധനങ്ങൾ വിതരണം ചെയ്താണ് ആദ്യം വിശ്വാസം ആർജിച്ചത്. ശ്രീകണ്ഠാപുരത്ത് കോട്ടൂരിൽ വെച്ച് വൻ ആർഭാടമായി ഓണക്കിറ്റും ഇവർ നൽകിയിരുന്നു. ഭീമമായ പണം നഷ്ടമായി എന്ന തിരിച്ചറിവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് ഭൂരിഭാഗം സ്ത്രീകളും. ഇപ്പോൾ പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവും ഇപ്പോൾ ശ്രീകണ്ഠാപുരം ഉൾപ്പെടുന്ന മേഖലകളിൽ ശക്തമാവുകയാണ്. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ്,
തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.